ഷിരൂരിൽ അർജുന്റെ ട്രക്കിനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലാണ്. ഗംഗാവലി പുഴയിലെ തിരച്ചിലിൽ തലകീഴായി മറിഞ്ഞ നിലയ്ക്ക് ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വാഹനം അർജുന്റേതു തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 2 ടയറുകളും പുഴയിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരം. കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നിപ്പോൾ ഈശ്വർ മാൽപേ പറഞ്ഞു. AK അഭിലാഷ്, ദീപക് മലയമ്മ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇപ്പോൾ 2 ടയറുകൾ കണ്ടെത്തിയെന്നാണോ? ഈ ട്രക്ക് അർജുൻ ഓടിച്ച ട്രക്ക് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അർജുൻ്റെ ലോറിയുടെ ഉടമ അവിടെയുണ്ട്, അർജുൻ്റെ സഹോദരി അവിടെയുണ്ട്. എന്താ ഇപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ? സ്മൃതി, ഈശ്വർ മാൽപേ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം നേരത്തെ ഈ ട്രക്ക് കണ്ടെത്തി എന്ന് പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് കയറി വന്നിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ തെരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഈ ട്രക്കിൻ്റെ 2 ഭാഗത്തുള്ള ടയറുകൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതായത് ട്രക്കും അതോടൊപ്പം ട്രക്ക് തലകീഴായി നിൽക്കുമ്പോൾ അതിൻ്റെ 2 ഭാഗത്തുള്ള ടയർ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആക്സിൽ അടക്കമുള്ള കാര്യങ്ങളടക്കം കണ്ടെത്തി എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപേ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. അതായത് ഒരു ട്രക്ക് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് അർജുൻ്റെ ട്രക്കാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെയും ട്രക്ക് കണ്ടെത്തി എന്നൊക്കെയുള്ള ചില വാർത്തകൾ ഉള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രമേ അത് അർജുൻ്റെ ട്രക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്കും എത്താൻ കഴിയൂ. ഏതായാലും ദീപക് മലയമ്മ അടക്കം നമ്മോട് ചേരുകയാണ്. മലയമ്മ, ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു, വലിയൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അത് അർജുൻ്റെ ട്രക്ക് ആവാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, നമുക്ക് അതിപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ തന്നെ ഒരു ടാങ്കർ ഈ ഗംഗാവലിയിൽ ഒഴുകി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ചേസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന ടയറും അതിൻ്റെ ആക്സിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും എന്നുള്ളതാണല്ലോ നേരത്തെ മാൽപേ വിശദീകരിച്ചത്. ആ തരത്തിൽ ഇപ്പോൾ മാൽപേ വീണ്ടും മുങ്ങാങ്കുഴിയിട്ട് പോവുകയാണ്. ഒരു പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം താഴെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ ആ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം നമുക്ക് വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് അർജുൻ്റെ ട്രക്കാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അന്തിമമായി ഉറപ്പുവരുത്താൻ കഴിയില്ല. അതിന് ഇനിയിപ്പോൾ അത് പരിശോധിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചാണെങ്കിൽ ആ മണ്ണ് നീക്കം സാധ്യമാക്കി അത് മുകൾ തട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഒരു അന്തിമമായ സ്ഥിരീകരണം വരുത്താൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ നാവികസേന നേരത്തെ കണ്ടെത്തിയ സ്ഥലം കോൺടാക്ട് പോയിന്റ് 1, 2, അതോടൊപ്പം തന്നെ ഇന്ദ്രപാലന സംഘം കണ്ടെത്തിയ 4, 3 അത്തരം സ്ഥലങ്ങളിലൊന്നുമല്ല ഇതിപ്പോൾ ഉള്ളത്. ഏതാണ്ട് പുഴയുടെ തീരത്തിൽ നിന്ന് ഏതാണ്ട് 15 അടിയോളം മാത്രം ആഴത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയിരുന്ന സ്ഥലങ്ങളൊന്നും കാണാതെ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹഭാഗങ്ങൾ ഉള്ളത് എന്നുള്ള സ്ഥിരീകരണമായിരുന്നല്ലോ നേരത്തെ സോണാർ ടെക്നോളജി ഉപയോഗിച്ച് ഇതേ നദിയിലൂടെ നേവിയുടെ സംഘം പലതവണ യാത്ര നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ രാവിലെ മുതൽ കാണിക്കുന്ന ആ പോയിന്റ് 1, 2 എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഓറഞ്ച് കളറിൽ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഏരിയ കണ്ടത്. ഇന്നലെ വൈകിട്ട് 1.5 മണിക്കൂറോളം ഡ്രഡ്ജിങ് നടക്കുമ്പോഴും അവിടെ എത്തുകയും പക്ഷേ അവിടെ നിന്നും ആ ലോറിയുടെ ഡ്രിങ്കിങ് വാട്ടർ കാരിയർ ആ പാട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കയറുകൾ ഉൾപ്പെടെ ഇന്നലെ അവിടെ നിന്ന് പൊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായി നടത്തിയ പരിശോധനകളിലൊക്കെ തന്നെ മൺതിട്ട രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ മേഖലയിൽ ആണ് ഈ പോയിന്റുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നത്. ആ മൺകൂനയ്ക്ക് അടിയിൽ ലോറി ഉണ്ടാകാം എന്നുള്ളതായിരുന്നു മേജർ ഇന്ദ്രപാലൻ നൽകിയിരുന്ന സൂചന. പക്ഷേ അതിൽ നിന്നെല്ലാം ഭിന്നമായിക്കൊണ്ട് ലക്ഷ്മണൻ്റെ തട്ടുകട നമ്മൾ ആദ്യം മുതൽ വിശദീകരിക്കുന്നതാണ്. ഈ മണ്ണിടിഞ്ഞു വന്നതിൻ്റെ തൊട്ട് എതിർവശത്ത് ഗംഗാവലി നദിയുടെ ഭാഗത്തേക്ക് ഉണ്ടായിരുന്ന ആ ലക്ഷ്മണൻ്റെ തട്ടുകടയുടെ ഏതാണ്ട് പുറകുവശത്ത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ അത്തരത്തിൽ മുങ്ങാങ്കുഴിയിട്ട ഘട്ടത്തിൽ ഈ ടയറുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റുകൾ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ഈ സമയത്ത് മാറ്റിവെക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡ്രഡ്ജർ എത്തിച്ചു. പക്ഷേ ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 1-2 മണിക്കൂർ നേരമായി ആ ഡ്രഡ്ജർ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ പരിശോധനയിലേക്കൊന്നും അവർ പോകാത്തൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സാധ്യത ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോകാതിരിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ ഈ കാര്യം ചർച്ച ചെയ്യുന്നതാണ്. അതായത് ഈ ഡ്രഡ്ജർ അവിടുന്ന് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മെല്ലെപ്പോക്ക്, അതിനുശേഷം ഇവിടെ എത്തി അത് സജ്ജീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സമയം, അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം നടക്കട്ടെ, അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ വൈകിട്ട് ഏതാണ്ട് 5:30 മണിയോട് കൂടിയിട്ടാണ് ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയുള്ള എത്തിച്ചിരിക്കുന്ന ഡ്രഡ്ജർ ഈ ഒരു ദുരന്തബാധിത മേഖലയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് വന്നിട്ട് എന്താണ് ചെയ്തത്? ആദ്യഘട്ടത്തിൽ അല്പം ആ പോയിന്റ് 1, 2 എന്ന് നേവി രേഖപ്പെടുത്തിയതിൻ്റെ തൊട്ട് മുൻപായി അത് നങ്കൂരമിടുന്നു. അവിടെ നിന്ന് അല്പം മണ്ണെടുത്ത് നീക്കി. പക്ഷേ അതിൽ ഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരത്തിലുള്ള ലോഹഭാഗവും ഒപ്പം തന്നെ ആ ലോറിയുടെ ഉണ്ടായിരുന്നതെന്ന് കരുതുന്ന കയറുകളും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് വരെ 8 മണിക്കൂറായിരിക്കും ഇതിൻ്റെ പ്രവൃത്തി സമയം എന്നുള്ളതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവുമായി തയ്യാറാക്കിയിരുന്ന ഉടമ്പടിയും അതാണ്. പക്ഷേ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് പിന്നീട് ഒരു 1-1.5 മണിക്കൂറോളം വൈകിട്ടാണ് രാവിലെയും ഡ്രഡ്ജിങ് ആരംഭിക്കുക. ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടും ആദ്യ
ആദ്യഘട്ടത്തിൽ നേവി രേഖപ്പെടുത്തിയ 0.12 എന്ന് പറയുന്ന ആ മേഖലയിൽ അല്പസമയം ഡ്രഡ്ജിങ് നടത്തി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് കോൺടാക്ട് പോയിന്റ് 3 അല്ലെങ്കിൽ 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മേഖലയിലേക്ക് മേജർ ഇന്ദ്രപാലിൻ്റെ ഐബോർഡ് പരിശോധന രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മേഖലയിലും അല്പമൊന്ന് മണ്ണ് നീക്കം സാധ്യമാക്കിയെന്നതിനപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ നമ്മളിത് നേരത്തെ ഞാൻ AK അഷ്റഫ് MLA യുമായി മഞ്ചേശ്വരം MLA യുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ലോറി കണ്ടെത്തുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മണ്ണ് നീക്കം എന്ന നിലയിലേക്ക് കാണേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. പറയൂ. ഇതിലൊരു കൗതുകരമായ കാര്യം, ഇപ്പോൾ ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്നു. ആ നിമിഷത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MLA ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ ട്രക്ക് കണ്ടെത്തിയെന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അതിനിപ്പോൾ ലോകേഷിൻ്റെ ആണെങ്കിലും ജഗന്നാഥൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ അർജുൻ്റെ ആണെങ്കിൽ പോലും ആ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അഭിലാഷ് ചോദിച്ച പോലെ കൗതുകകരമാണ്. കാരണം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കുന്നുണ്ട്. അദ്ദേഹം എത്തിയതിന് ശേഷമാണ് ഇന്നലെ ഡ്രഡ്ജർ ഇങ്ങോട്ട് മൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ AK അഷ്റഫ് MLA ആ കരയിൽ നിന്ന് തിരിച്ചു കയറിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കാർവാർ MLA എത്തിയതിന് ശേഷം മാത്രമേ അദ്ദേഹം അവിടെ നിന്ന് തിരികെ എത്തൂ എന്നുള്ളതാണ്. കാരണം ഇത് അനൗൺസ് ചെയ്യേണ്ടത് ഇങ്ങനെ കൃത്യമായി ആളുകളുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു രീതി നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴേക്ക് അടുത്ത നടപടിക്രമം എന്ത് എന്നുള്ളത് ഒരു പക്ഷേ ആലോചിച്ച് അതിലേക്ക് കടക്കുമായിരുന്നു. ഇതിപ്പോൾ ഡ്രഡ്ജർ പൂർണ്ണമായിട്ടും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മൽപ്പയിൽ വിശ്വാസം അർപ്പിച്ച് അത് അന്തിമമായി അവിടെ തന്നെ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള നടപടികൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. മാൽപ്പയോട് ഇന്ന് രാവിലെ 6 മണിക്ക് എത്താൻ ആവശ്യപ്പെടുന്നത് കാർവാർ MLA തന്നെയാണ്. പക്ഷേ മാൽപ്പ ഇവിടെ 6 മണിക്ക് തന്നെ എത്തുന്നു, പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോൾ തടസ്സവാദവുമായി പോലീസ് വരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്ന അതേ നാടകം തന്നെയാണ് ഇന്നും ഇവിടെ, അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ഇന്നും നടന്നത്. പക്ഷേ അതേ ഈശ്വർ മാൽപ്പ തന്നെയാണ് ഇപ്പോൾ ഈ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തുകയും ചെയ്യുന്നത്. അതെ, അദ്ദേഹം തന്നെയാണ് ഇത് സ്ഥിരീകരണമായി നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഇതിൽ കൗതുകരമായ കാര്യം, ആകെ 7 പേർ ഇന്ന് ഡൈവിങ്ങിന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ. അതായത് 4 പേർ ഈ ഡ്രഡ്ജിങ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഡൈവിങ്ങിന് ഉണ്ടാകും എന്നുള്ള വിവരം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. കേവലം ഇന്ന് ഒരാൾ മാത്രമാണ് ഡൈവ് ചെയ്യുന്നത്. അത് ഇന്നലെ നമ്മൾ നേവി ഉണ്ടാകുമോ എന്ന് കാർവാർ MLA ചോദിച്ചിരുന്നു, നേവിയുടെ സഹായം ഉണ്ടാകുമോ. അന്ന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് രോഷാകുലനായിട്ടാണ് പറഞ്ഞത് നേവിക്ക് എന്ത് ചെയ്യാനാണ് പറ്റുക എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അല്പം കൂടി വിസിബിലിറ്റി ഉണ്ട് എന്ന് ഈ സ്ഥിരീകരിക്കപ്പെടുന്ന സമയത്ത് 1 നോട്ടിന് താഴെ അതിൻ്റെ കുത്തൊഴുക്കുള്ള സമയത്ത് കുറച്ചുകൂടി ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ താഴെ തട്ടിലേക്ക് പോയി അടിത്തട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രഡ്ജിങ് നടത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, മാൽപ്പേ മാത്രമാണുള്ളത്. മാൽപ്പയുടെ കൈവശം മാത്രമാണ് ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് നിശ്ചയിക്കുന്ന ഘടകമുള്ളത് എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ലോറി ഉണ്ട് അല്ലെങ്കിൽ ട്രക്കിൻ്റെ ഭാഗങ്ങളുണ്ട് എന്ന് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. വേലിയിറക്കം എത്തുന്നതോടുകൂടി പുഴയിലെ വെള്ളത്തിൻ്റെ നിരക്ക് ജലവിധാനം കുറയും. അതോടൊപ്പം തന്നെ ഒരു 4 മണിയെങ്കിലും ആവേണ്ടി വരും. അതിനുശേഷമായിരിക്കുമോ ഡ്രഡ്ജർ പ്രവർത്തിച്ച് തുടങ്ങുക? അല്ല, അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ജലനിരപ്പ് സ്വാഭാവികമായും വേലിയിറക്കത്തിൻ്റെ സമയത്ത് കുറയും. പക്ഷേ ഇന്നലെയൊക്കെ ഈ കമ്പനി അധികൃതരും ഒപ്പം തന്നെ MLA യും സ്ഥിരീകരിച്ചത് വേലിയേറ്റമുള്ള സമയത്താണ് കൂടുതൽ പ്രവർത്തിക്കാൻ ഗുണകരമായത് എന്നുള്ളതാണ്. വേലിയേറ്റമുള്ള സമയത്തായിരിക്കും ഡ്രഡ്ജറിന് മൂവ് ചെയ്യാൻ എളുപ്പമുള്ള സാഹചര്യം ഉണ്ടാകുക. ഒപ്പം തന്നെ മണ്ണ് കൂടി നിൽക്കുന്ന പ്രദേശത്തേക്കും മൂവ് ചെയ്ത് എത്തണമെങ്കിൽ വേലിയേറ്റത്തിൻ്റെ സമയത്ത് നടക്കും. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ അഭിലാഷ് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ആ നദിയുടെ കുറുകെ നടന്നു വരാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൺതിട്ടകളൊക്കെ അത്തരത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും സമയം വൈകുക എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസത്തെ ഉടമ്പടി എന്നുള്ള നിലയിലേക്ക് 3ാമത്തെ ദിവസത്തിലേക്കും ഒക്കെ ഈ ഇതിൻ്റെ തെരച്ചിൽ പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഏരിയ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 15 അടിയോളം അല്ലേ 15 അടിയോളം താഴ്ചയിലാണ് കണ്ടെത്തിയത്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആഴമുള്ള ഏരിയയാണ്.